ഷെയ്ഖ് നാസുറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ അവരുടെ അസ്ലു സിഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 10. ചില ശുബഹാത്ത്, അതിനുള്ള മറുപടികൾ, ചില തെറ്റിദ്ധാരണകൾ, അതിനുള്ള മറുപടികൾ പറയണം. 4-ാമത്തെ കാര്യം, സുമ്മ ഇന്ന ഹുനാക വഹ്മൻ ഷായിഅൻ ഇൻദ ബഅ്ദിൽ മുഖല്ലിദീൻ. ചില മുഖല്ലിദീങ്ങൾ, മദ്ഹബുകളെ തഖ്ലീദ് ചെയ്യുന്ന ചില ആളുകൾക്കിടയിൽ വ്യാപകമായിട്ടുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളത് എന്താണ്? യസുദ്ദുഹും അൻ ഇത്തിബാഇ സുന്നത്തി, നബിചര്യ പിന്തുടരുന്നതിൽ നിന്ന് അവരെ തടയുന്ന ഒരു കാര്യം. അല്ലത്തി എങ്ങനെയുള്ള തുബയ്യിനു ലഹും അന്നൽ മദാഹിബ് അലാ ഖിലാഫിഹ, അതായത് മദ്ഹബ് വീക്ഷണങ്ങൾ അതിന് എതിരാണെന്ന് അവർ കാണുന്നു. അത് വഹുവ വന്നഹും അന്ന ഇത്തിബാ സുന്നത്തി യൽതസിമു തഖ്തിഅത സാഹിബിൽ മദ്ഹബി. അപ്പോൾ അങ്ങനെ നബിചര്യക്ക് എതിരാണ് മദ്ഹബി വീക്ഷണങ്ങളെങ്കിൽ, തങ്ങളുടെ മദ്ഹബിൻ്റെ വീക്ഷണമെങ്കിൽ, ആ മദ്ഹബി വീക്ഷണത്തെ പിന്തുടരാതെ നബിചര്യയെ പിന്തുടർന്നാൽ അത് മദ്ഹബിൻ്റെ ആൾക്ക്, മദ്ഹബിൻ്റെ ഇമാമിന് അത് എന്താകും? തഖ്തിഅത്ത് ആകും. മദ്ഹബിൻ്റെ ഇമാമിന് തെറ്റിൻ്റെ ഉത്തരവാദിത്വമാകും എന്നതാണ് അവരുടെ ഒരു നിലപാട്. തഖ്തിഅത്തു മഅനാഹ ഇൻദഹും, തഖ്തിഅത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ആശയത്തിൽ അത്തൊഅ്നു ഫിൽ ഇമാം, ഇമാമിന് ഉള്ള ഒരു ആക്ഷേപമാണ് എന്ന്. വലമ്മാ കാന അത്തൊഅ്നു ഫി ഫർദിൻ മിൻ അഫ്റാദിൽ മുസ്ലിമീന ലാ യജൂസു ഫകൈഫ ഫി ഇമാമിൻ മിൻ അഇമ്മത്തിഹിം. അപ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഈ ആക്ഷേപിക്കുന്നത് പോലും പാടില്ലെന്നിരിക്കെ പിന്നെ ഇമാമുകളിൽപ്പെട്ട ഒരു ഇമാമിനെ, ഒരു മഹാനായ ഇമാമിനെ എങ്ങനെ ആക്ഷേപിക്കും എന്നതാണ് അവരുടെ നിലപാട്. ഇതിൻ്റെ മറുപടി ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പറയുന്നത്, വൽ ജവാബ്, ഉത്തരം, അന്ന ഹാദൽ മഅന ബാത്തുൽ, ഈ ആശയം തന്നെ നിരർത്ഥകമാണ്. വസബബുഹു അൽ ഇൻസിറാഫു അനി തഫഖുഹു ഫി സുന്ന, സുന്ന നബിചര്യ മനസ്സിലാക്കുന്നതിൽ നിന്നുള്ള ഇൻസിറാഫ്, അതായത് അത് ശരിക്ക് മനസ്സിലാക്കാത്തതാണ് അതിൻ്റെ കാരണം. ഇല്ല അങ്ങനെയല്ലെങ്കിൽ ഫകൈഫ യഖൂലു ദാലിക്കൽ മഅന മുസ്ലിമുൻ ആഖിൽ, ബുദ്ധിയുള്ളൊരു മുസ്ലിം ഇങ്ങനെയുള്ള ആശയം എങ്ങനെ പറയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ ഖായിൽ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്, ഇദാ ഹകമൽ ഹകീമു ഫജ്തഹദ ഫഅസ്വാബ ഫലഹു അജ്റാനി വഇദാ ഹകമ ഫജ്തഹദ ഫഅഖ്തഅ ഫലഹു അജ്റുൻ വാഹിദ്. ഇദാ ഹകമൽ ഹകീം, ഒരു വിധികർത്താവ് വിധിച്ചു, ഫജ്തഹദ, അയാളുടേതായ ഇജ്തിഹാദ്, ഗവേഷണങ്ങൾ, പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ നടത്തി, അസ്വാബ, എന്നിട്ട് അയാൾ ശരിയായ നിലപാടിലാണ് എത്തി വിധിച്ചത്, ഫലഹു അജ്റാനി, എങ്കിൽ ആൾക്ക് 2 കൂലിയുണ്ട്. എന്താണ്? ഇജ്തിഹാദ്, ഒരു ഗവേഷണം, ശരി ഏത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഗവേഷണം, ഇജ്തിഹാദ് നടത്തിയതിനുള്ള കൂലിയും അത് ശരിയിലേക്ക് എത്തിപ്പെട്ടതിനുള്ള കൂലിയും. വഇദാ ഹകമ ഫജ്തഹദ, ഇനി ഒരാൾ വിധിച്ചു, അയാൾ ഇജ്തിഹാദ് ചെയ്തു, ഗവേഷണമൊക്കെ നടത്തി, ഫഅഖ്തഅ, എന്നാൽ അയാൾ എത്തിപ്പെട്ട നിഗമനം തെറ്റായിപ്പോയി, തെറ്റി വന്നു, ഫലഹു അജ്റുൻ വാഹിദ്, അയാൾക്ക് ഒരു കൂലിയുണ്ട്. കാരണം അയാൾ ഗവേഷണം നടത്തിയല്ലോ, ശ്രമം നടത്തിയല്ലോ എന്നതുകൊണ്ട്. ഫഹാദൽ ഹദീസു യറുദ്ദു ദാലിക്കൽ മഅന, ഈ ഹദീസ് ആ ആശയത്തെ ഖണ്ഡനം ചെയ്യുന്നു. വയുബയ്യിനു ബിവുളൂഹിൻ, അപ്പോൾ ഈ ഹദീസ് അത് വിശദമാക്കുകയും ചെയ്യുന്നു, വ്യക്തമായി കൊണ്ട്, വുളൂഹ്, ക്ലാരിഫിക്കേഷനോടുകൂടി. ലാ ഉമൂല ഫിഹി, അതിൽ ഒരു അവ്യക്തതയില്ല. അന്ന ഖൗലൽ ഖായിലി അഖ്ത ഫുലാനുൻ, ഒരു വ്യക്തി പറയുകയാണ് ഒരാൾക്ക് തെറ്റ് പറ്റി എന്ന് പറഞ്ഞാൽ, മഅനാഹു ഫി ശറഅ, അതിൻ്റെ ആശയം ഷറയിൽ എന്താണ്? ഉസീബ ഫുലാനുൻ അജ്റൻ വാഹിദൻ, ആ വ്യക്തിക്ക് ഒരു കൂലി കിട്ടിയെന്ന്. ഇദാ കാന മഅജൂറൻ ഫി റഈം മിൻ ഖതഇഹി, അപ്പോൾ അദ്ദേഹത്തിന് കൂലിയുണ്ട്, അദ്ദേഹം തെറ്റുപറ്റിപ്പോയാലും അദ്ദേഹം ഇജ്തിഹാദ് ചെയ്തതിന് അദ്ദേഹത്തിന് കൂലിയുണ്ട് എന്നാണെങ്കിൽ, ഫകൈഫ യതവഹമു മിൻ തഖ്തിഅതിഹി ഇയാഹു അത്തഅറഫി, അപ്പോൾ അദ്ദേഹത്തിന് ആ ഇജ്തിഹാദിൽ വന്നിട്ടുള്ള തെറ്റ് അത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആക്ഷേപമാകുന്നത് എങ്ങനെ? ലാ ശക്ക അന്ന ഹാദ തവഹുമ അംറുൻ ബാത്തിൽ, ഈ ഒരു തവഹും, ഈ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒരു ബാത്തിലായ, നിരർത്ഥകമായിട്ടുള്ള കാര്യമാണ്. യജിബു അലാ കുല്ലി മൻ ഖാമ ബിഹി അൻ യർജിഅ അൻഹു, അപ്പോൾ അത് ഉൾക്കൊണ്ട ആളൊക്കെ എന്ത് ചെയ്യണം? അതിൽ നിന്ന് മടങ്ങണം, ഇങ്ങനത്തെ ഒരു ആശയമുള്ള ആൾ. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ഫഹു അല്ലദീ യത്അനു ഫിൽ മുസ്ലിമീൻ, അവനാണ് മുസ്ലിങ്ങളിൽ ആക്ഷേപം ഉണ്ടാക്കുന്നത്, മുസ്ലിങ്ങൾ ആക്ഷേപിക്കുന്നത്. വലൈസ ഫർദുൻ ആദി മിൻഹും ബൽ ഫി കിബാരി അയിമ്മത്തിഹിം മിന സ്വഹാബത്തി വത്താബിഈന വമൻ ബഅദഹും മിനൽ അയിമ്മത്തിൽ മുജ്തഹിദീന വഗൈരിഹിം എന്ന് മാത്രമല്ല, അവർ
ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ ത്വായം ചെയ്യുന്നത്? സാധാരണക്കാരെ മാത്രമല്ല, മുസ്ലിങ്ങളിലെ സഹാബികളും താബികളും പെട്ട ഇമാമുകളെയും അവർക്ക് ശേഷമുള്ള മുജ്തഹിദുകളായ ഇമാമുകളെയൊക്കെ യഥാർത്ഥത്തിൽ അവൻ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യത്തിൽ സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ വേണ്ടത്. മദ്ഹബ് വീക്ഷണം അതിനെതിരാണെങ്കിൽ പോലും എന്നതാണ്. നമുക്ക് അറിയാം, ഉറച്ചുകൊണ്ട് അറിയാം, ഉറപ്പിച്ചും നമുക്കറിയാം, അന്ന ഹഉലാഇൽ അജില്ലത്തി കാന യുഖത്തിഉ ബഅദുഹും ബഅദ. ഈ മഹാന്മാർ, അതായത് സ്വഹാബാക്കളും താബികളൊക്കെ അവരിൽ ചിലരെ അവരുടെ തെറ്റ് അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു, ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നതാണ്. അതായിരുന്നു അവരുടെ നിലപാട്. വയുറദ്ദു ബഅദുഹും അലാ ബഅദ്. അതേപോലെ പരസ്പരം ചിലരെ ഖണ്ഡിച്ചിരുന്നു, ഖണ്ഡനങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ യഖൂലു ആഖിലുൻ, അപ്പോൾ ബുദ്ധിയുള്ള ആരെങ്കിലും പറയോ ഇന്ന ബഅദുഹും കാന യതുഅനു ഫി ബഅദ്, അവരിൽ ചിലരെ ആക്ഷേപിച്ചു എന്ന് പറയോ? ഒരാളുടെ തെറ്റ് ഇജ്തിഹാദിൽ വന്ന പിഴവ് മറ്റൊരു മുജ്തഹിദ് ചൂണ്ടിക്കാണിച്ചാൽ അല്ലെങ്കിൽ അത് പരാമർശിച്ചാൽ ഇയാൾ ആക്ഷേപിക്കാന്നതിന് പറയോ? അത് തെറ്റിനെ ചൂണ്ടിക്കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബൽ ലഖദ് സ്വഹ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തഅ അബാ ബക്രിൻ റളിയല്ലാഹു അൻഹു ഫി തഅവീലിഹി ലിറുഇയ കാന റആഹാ റജുൽ. എന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തെറ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫി തഅവീലിഹി, അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ലിറുഇയ കാന റആഹാ റജുൽ, ഒരു വ്യക്തി കണ്ട സ്വപ്നത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ വ്യാഖ്യാനം അത് തെറ്റാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനോട് എന്താണ് പറഞ്ഞത്? അസബ്ത ബഅദൻ വ അഖ്തഅത ബഅദൻ, താങ്കൾക്ക് അതിൽ ചില വിഷയങ്ങളിൽ ശരിയായ നിലപാടിലെത്തി, പക്ഷേ ചില വിഷയങ്ങളിൽ തെറ്റായ നിലപാട് ആണ്, തെറ്റായ നിഗമനത്തിലാണ് താങ്കൾ എത്തിയത്. ഫഹൽ തൊഅന സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അബീ ബക്രിൻ ബിഹാദിഹിൽ കലിമ, അപ്പോൾ ഈ വാക്കുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിനെ ആക്ഷേപിച്ചോ? ഇല്ല. വമിൻ അജീബി തഅ്സീരി ഹാദൽ വഹ്മി അലാ സ്വഹാബിഹി അന്നഹു യസുദ്ദുഹും അൻ ഇത്തിബാഇ സുന്ന അൽ മുഖാലഫത്തി ലിമദ്ഹബിഹിം. പിന്നെ അതേപോലെ ഈ തെറ്റിദ്ധാരണ അതിൻ്റെ പ്രചാരകരുണ്ടാക്കിയ ഫലമാണ് എന്താണ്? അവർ ഈ തെറ്റിദ്ധാരണ, അതിൻ്റെ അസ്ഹാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുഖല്ലിദീങ്ങളാണ്, അന്ധമായിട്ടുള്ള തഖലീദുകാരാണ്. അത് ഉണ്ടാക്കിയൊരു അസർ പ്രതിഫലനം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇത്തിബാഅ് ചെയ്യുക എന്നതിൽ നിന്ന് തടയപ്പെട്ടു എന്നതാണ്. അവർ അത് തടയുന്നു എന്നുള്ളതാണ്. അൽ മുഖാലഫത്തു ലി മദ്ഹബിഹിം, അവരുടെ മദ്ഹബിനെതിരായിട്ടുള്ള. ലിഅന്ന ഇത്തിബാഅഹും ഇയ്യാഹ മഅനാഹു ഇൻദഹും അത്വഅനു ഫിൽ ഇമാം. കാരണം മദ്ഹബി വീക്ഷണത്തിനെതിരെ സ്വഹീഹ ഹദീസിൽ വന്ന കാര്യം സ്വീകരിക്കുക, അല്ലെങ്കിൽ നബി ചര്യ സ്വീകരിക്കുക എന്നത്, അത് പിന്തുടരുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇമാമിനെ ആക്ഷേപിക്കലാണ്, മദ്ഹബിൻ്റെ ഇമാമിനെ. അമ്മ ഇത്തിബാഅഹും ഇയ്യാഹു വലൗ ഫി ഖിലാഫി സുന്നത്തി ഫമഅനാഹു ഇഹ്തിറാമുഹു വതഅദീമുഹു. അപ്പോൾ നബി ചര്യക്ക് എതിരാണെങ്കിൽ പോലും ആ മദ്ഹബി വീക്ഷണം പിന്തുടരുക എന്നത് മദ്ഹബിൻ്റെ ഇമാമിനെ ആദരിക്കലാണ് എന്നതാണ്, മഹത്വവൽക്കരിക്കലാണ് എന്നാണ് അവരുടെ നിലപാട്. വലിദാലിക ഫഹും യുസിറൂന അലാ തഖ്ലീദിഹി, ഇക്കാരണത്താൽ അതിനെ അവരെന്ത് ചെയ്യുന്നു? ആ തഖ്ലീദ് ചെയ്യുക, തെറ്റായ നടപടി അല്ലെങ്കിൽ നിലപാടിനെ തന്നെ തഖ്ലീദ് ചെയ്യുന്നതിൽ അവർ തുടരുന്നു എന്നതാണ്. ഫിറാറൻ മിന ത്വഅനിൽ മൗഹൂം, അങ്ങനെ അവർ തെറ്റിദ്ധരിക്കപ്പെട്ട ആ ആക്ഷേപം എന്ന കാര്യം അതിൽ നിന്ന് ഓടുന്നതിന് വേണ്ടി. വലഖദ് നസിയ ഹഉലായി, ഈ കൂട്ടർ മറന്നിരിക്കുന്നു. വലാഖൂലു തനാസു, അവർ കരുതിക്കൂട്ടി മറന്നു അല്ലെങ്കിൽ മറപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ മറന്നതായിട്ട് അഭിനയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. അന്നഹും ബിസബബി ഹാദൽ വഹം, ഈ ഒരു തെറ്റിദ്ധാരണ കാരണം അവരെന്ത് ചെയ്തു? വഖഉ ഫീമാ ഹുവ ശർറും മിമ്മാ മിൻഹു ഫിറു, അവർ ഏതിൽ നിന്നാണോ ഓടിയത് അതിനേക്കാളും വലിയ തിന്മയിൽ അവർ ചെന്ന് ചാടി. ഫഇന്നഹു ലൗ ഖാല ലഹും ഖാഇൽ, ഒരാൾ അവരോട് പറഞ്ഞാൽ ഇദാ കാനൽ ഇത്തിബാഉ യദുല്ലു അലാ ഇഹ്തിറാമിൽ മത്ബൂഇ, അപ്പോൾ പിന്തുടരപ്പെടുന്ന ആൾ പിന്നെ ആദരിക്കലാണ് ഇത്തിബാഅ് എങ്കിൽ, പിൻപറ്റൽ എങ്കിൽ, വ മുഖാലഫത്തുഹു തദുല്ലു അല ത്വഅനി ഫീ, അപ്പോൾ അതിനെതിരാവൽ എന്താവും? ആക്ഷേപമാകുമല്ലോ. ഫകൈഫ അജസ്തും ലി അൻഫുസികും മുഖാലഫത സുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരാകാൻ പറ്റുക? വത്തർക്ക്, അതെങ്ങനെ നിങ്ങൾ അനുവദനീയമാക്കും? അതേപോലെ വത്തർക്ക് ഇത്തിബാഇഹ,
ഇല ഇത്തിബാഇ ഇമാമിൽ മദ്ഹബി ഫി ഖിലാഫി സുന്ന. അതേപോലെ സുന്നത്തിന് എതിരായിട്ട് മദ്ഹബിൻ്റെ ഇമാമിനെ പിന്തുടരുക എന്നത് ഉപേക്ഷിക്കൽ, അത് നിങ്ങൾ എങ്ങനെ അനുവദനീയമാക്കും? വഹുവ ഗൈറു മഅ്സൂം. അപ്പോൾ പിന്നെ ഈ മദ്ഹബിൻ്റെ ഇമാമിനെ പിന്തുടരുക നബി ചര്യയ്ക്ക് എതിരായ വിഷയത്തിലും എന്നത് എങ്ങനെ ശരിയാകുന്നുള്ളതാണ്. വഹുവ ഗൈറു മഅ്സൂം. ആ മദ്ഹബിൻ്റെ ഇമാമാകട്ടെ അദ്ദേഹം പാപസുരക്ഷിതനല്ലതാനും. വത്തഅ്നു ഫീഹി ലൈസ കുഫ്റൻ. ആ ഇമാമിനെ നീ ഇപ്പോൾ ആക്ഷേപിക്കാൻ നോക്കുക, ആക്ഷേപിക്കേണ്ട കാര്യത്തിൽ ആക്ഷേപത്തിൽ വരുന്നില്ല. സത്യത്തിൽ അവർ പറയുന്നത് ആക്ഷേപമാവുന്നതാണല്ലോ. പക്ഷേ അങ്ങനെ ആക്ഷേപം ആണെങ്കിൽ പോലും അല്ല, ആണെങ്കിൽ തന്നെ അത് എന്തല്ല, കുഫ്റല്ല. ഫല ഇൻകാന ഇൻദകും മുഖാലഫത്തുൽ ഇമാമി തുഅ്തബറു തുഅനൻ. അപ്പോൾ ഇമാമിനെതിരായ നബിചര്യ ഒരു കാര്യത്തിൽ സ്ഥിരപ്പെട്ട് വന്നത് കിട്ടിയാലും അതിന് തങ്ങളുടെ മദ്ഹബി വീക്ഷണത്തിന് എതിരാകും, മുഖാലഫത്താകും എന്നതുകൊണ്ട് അപ്പോൾ ആ മദ്ഹബി വീക്ഷണം പിന്തുടർന്നിട്ടില്ലെങ്കിൽ എന്നിട്ട് നബിചര്യ പിന്തുടർന്നാൽ എന്താകും? അത് മദ്ഹബിൻ്റെ ഇമാമിനെ ആക്ഷേപിക്കലാകും എന്ന് പരിഗണിക്കുമ്പോൾ ഫമുഖാലഫത്തുഹു അർ-റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ഹറു ഫീ കൗനിഹി തഅലിം ഫീ. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നബിചര്യക്കെതിരെ പ്രവർത്തിക്കൽ നബി ആക്ഷേപിക്കലാവൂലേ? അത് കൂടുതൽ വ്യക്തമല്ലേ? ബൽ ദാലിക ഹുവൽ കുഫ്റു ബിഐനി. മാത്രമല്ല അത് തന്നെ എന്താണ്? കുഫറാണ്. വൽ അയ്യാദു ബില്ലാഹി മിൻഹു. അതിൽ നിന്ന് അല്ലാഹുവിൽ ശരണം. ലൗ ഖാല ലഹും ദാലിക ഖായിൽ. അത് ഇനിയിപ്പോൾ അവരോട് ഈ കാര്യം അവരോട് പറഞ്ഞാൽ എന്താണ്? ഇല്ലാ കലിമത്തൻ വാഹിദ. ഒറ്റ കാര്യം അവർക്ക് പറയാനുള്ളത് ജവാബ്. ലം യസ്തതിഉ അലൈഹി ജവാബ. അതിന് അവർക്ക് മറുപടി ഇല്ല. അല്ലാഹുമ്മ അല്ലാഹു ഇല്ലാ കലിമത്തൻ വാഹിദ. ഒരൊറ്റ കാര്യം അവർക്ക് പറയാനുള്ളൂ, ഒരൊറ്റ കലിമത്ത്. ത്വാലമാ സമിഅനാഹാ മിൻ ബഅദിഹിം വഹിയ ഖൗലുഹും. പലരിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട് അവരുടെ എക്സ്ക്യൂസ് എന്താണെന്ന്, അവരുടെ ജവാബ്, മറുപടി. വഹിയ ഖൗലുഹും, അവരുടെ വാക്കിതാണ്. ഇന്നമാ തറക്ന സുന്ന, നമ്മൾ സുന്നത്ത് ഒഴിവാക്കിയത്, നബി ചര്യ ഒഴിവാക്കി. സിഖത്തം മിന്നാ ബി ഇമാമിൽ മദ്ഹബ്, മദ്ഹബിൻ്റെ ഇമാമിനെ അവലംബിച്ചുകൊണ്ടാണ്. വ അന്നഹു അഅലം ബിസുന്നത്തി മിന്നാ, നമ്മളെക്കാളേറെ നബിചര്യ അറിയുന്നത് അദ്ദേഹത്തിനാണ്, അലി മദ്ഹബിൻ്റെ ഇമാമിന്. വജവാബുന അലാ ഹാദിഹിൽ കലിമത്തി, ഈ വചനത്തിന് നമ്മുടെ മറുപടി മിൻ വുജൂഹിൻ യത്തൂലുൽ കലാമു അലൈഹാ ഫിൽ ഹാദിഹിൽ മുഖദ്ദമ. ഈ മുഖദ്ദമയിൽ അത് പല ഇനങ്ങളുണ്ട്, പല കാര്യങ്ങൾ ഇതിന് മറുപടി പറയാനുണ്ട്. പക്ഷേ ഈ മുഖദ്ദമയിൽ അത്രയും വിശദമായിട്ട് പറയാനാവില്ല, അത് നീണ്ടുപോകും. ഫഖൂൽ, അപ്പോൾ എന്താണ്? വലിദാലിക ഫഇന്നി അഖ്തസിറു അലാ വജ്ഹിൻ വാഹിദിൻ മിൻഹ. ഇതിലൊരൊറ്റ കാര്യം മറുപടി മാത്രം ഞാൻ പറയാണ്, ചുരുക്കുക. വഹുവ ജവാബുൻ ഫാസിലുൻ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അത് വ്യക്തമായിട്ടുള്ള ഒരു ജവാബ് ആണ്. ഫഖൂൽ, ഞാൻ പറയുന്നു, ലൈസ ഇമാമ മദ്ഹബിക്കും ഫഖത്ത് ഹു അഅലമു മിൻകും, നിങ്ങളെക്കാളും അറിവുള്ള നിങ്ങളുടെ മദ്ഹബിൻ്റെ ഇമാമിന് മാത്രമല്ല ബിസുന്ന, സുന്നത്ത് കൊണ്ട്. ബൽ ഹുനാക അശറാത്ത്, ദശക്കണക്കിന് ഇമാമുകളുണ്ട് വേറെയും മുജ്തഹിദുകളായിട്ടുള്ള. ബൽ മിആത്ത് അൽ അയിമ്മ ഹും അഅലമു അയ്ളം മിൻകും ബിസുന്ന, നിങ്ങളെക്കാളും നബിചര്യ അറിയുന്ന നൂറുകണക്കിന്, 10 കണക്കിന്, ദശക്കണക്കിന് എന്നല്ല 100 കണക്കിന് ഇമാമുകൾ വേറുണ്ട്. ഫഇദാ ജാഅത്തി സുന്നത്തു സ്വഹീഹ, അപ്പോൾ സ്വഹീഹായൊരു സുന്നത്ത് വന്നാൽ അല ഖിലാഫി മദ്ഹബിക്കും, നിങ്ങളുടെ മദ്ഹബി വീക്ഷണത്തിനെതിരായിട്ട്, വകാന ഖദ് അഖദ ബിഹാ അഹദും മിൻ ഉലൈക ലൈമ, ആ 100 കണക്കിന് അല്ലെങ്കിൽ ദശക്കണക്കിന് ഇമാമുകളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ആ വീക്ഷണം സ്വീകരിച്ചിട്ടുമുണ്ട് നബിചര്യ എങ്കിൽ ഫൽ അഖദു ബിഹാ ഹദ്മുൻ ലാസിമുൻ അൻദകുൻ, അത് നിങ്ങൾക്ക് നിർബന്ധമാണ് അത് സ്വീകരിക്കൽ. ലിഅന്ന കലിമതകുൽ മദ്കൂറത്തു ലാ തൻഫഖുഹുന, കാരണം നിങ്ങളുടെ ന്യായവാദം ഉണ്ടല്ലോ, ആ പറഞ്ഞ വാദം, അത് ഇവിടെ ചിലവാവില്ല, ഇവിടെ പരിഗണനീയമല്ല. ഫഇന്ന മുഖാലഫക്കും സയഖൂലു ലക്കും മുആരിള, കാരണം നിങ്ങൾക്ക് എതിര് പറയുന്ന ആൾ, നിങ്ങളുടെ എതിർ വീക്ഷണമുള്ള ആൾ നിങ്ങളെ ഒപ്പോസ് ചെയ്തുകൊണ്ട് പറയും എന്ത്? ഇന്നമാ അഖദ്നാ ബിഹാദിഹി സുന്ന, നിശ്ചയം ഞങ്ങൾ ഈ സുന്നത്ത് എടുത്തത് ഫിഖത്തം മിന്നാ ബിൽ ഇമാമില്ലദി അഖദ ബിഹാ, ഞങ്ങളുടെ ഇമാമ് എടുത്തത് പ്രകാരമാണ് സ്വീകരിച്ചത്, അത് അവലംബാക്കിയിട്ടാണ്. ഫഇത്തിബാഉഹു ഔലാ മിൻ ഇത്തിബാഇൽ ഇമാമില്ലദി ഖാലഫഹ, അപ്പോൾ അതിനെതിരെ ഉള്ള ഇമാമിനെ ഇത്തിബാഅ് ചെയ്യുന്നതിനേക്കാൾ ഞങ്ങളുടെ ഇമാമിനെ ഇത്തിബാഅ് ചെയ്യലാണ് ഔല. വഹാദാ ബയ്യിനു ലാ യഖ്ഫാ അലാ അഹദിൻ ഇൻഷാ അല്ലാഹ്, അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്, ആർക്കും ഇത് ഗോപ്യമല്ല. ലിദാലിക, കാരണത്താൽ ഫഇന്നി അസ്തതിഉ അൻ അഖൂല, എനിക്കിങ്ങനെ പറയാൻ പറ്റും. ഇന്ന കിതാബന ഹാദാ, ഈ നമ്മുടെ ഈ കിതാബ് ലമ്മ ജമഅ
അസ്സുനന സാബിത്തത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സിഫത്തി സ്വലാത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അതിൻ്റെ സിഫത്ത് രൂപം സംബന്ധിച്ച് സ്ഥിരപ്പെട്ട സുന്നത്തുകൾ, ഇതിൽ സ്ഥിരപ്പെട്ട ചര്യകൾ ഇതിൽ ഒരുമിച്ച് കൂട്ടിയതിനാൽ ഫല ഉദ്റ, ഒരാൾക്കും ഉദ്റില്ല, എക്സ്ക്യൂസ് ഇല്ല, ലാ ലി അഹദിൻ, ഒരാൾക്കും ഫി തർക്കിൽ അമലി ബിഹ, ഈ കിതാബിലെ കാര്യങ്ങൾ പ്രകാരം അമൽ ചെയ്യുന്നത് ഉപേക്ഷിക്കുന്നതിൽ. ലിഅന്നഹു ലൈസ ഫീഹി മാ മത്തഫഖൽ ഉലമാ വലാ തർക്കിഹി. അപ്പോൾ ഉലമാക്കൾ എല്ലാവരും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ കാര്യത്തിലില്ല. ഹാഷാഹും മിൻ ദാലിക, അങ്ങനെ ഉണ്ടാവില്ല. ബൽ മാ മിൻ മസ്അലത്തിൻ വറദത് ഫീഹി ഇല്ലാ വഖദ് ഖാല ബിഹാ ത്വായിഫത്തുൻ മിൻഹും. അപ്പോൾ ഇതിലൊരു മസ്അല പറയുന്നുണ്ടെങ്കിൽ അത് പണ്ഡിതന്മാരിൽ, ഇമാമുകളിൽ, മുജ്തഹിദുകളിൽ ഒരു വിഭാഗമെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടാകും. വമല്ലം യഖുൽ ബിഹാ ഫഹു മഅദൂർ, അത് പറയാത്ത ആൾ എക്സ്ക്യൂസ് ഉണ്ട്. വമഅജൂറുൻ അജ്റൻ വാഹിദ, അയാൾക്കും ഒരു കൂലിയുണ്ട്, അദ്ദേഹം മുജ്തഹിദാണ്, അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ് എന്ന് മനസ്സിലാക്കണം. ലിഅന്നഹു ലം യരിദ് ഇലൈഹി നസ്സു ബിഹാ ഇത്ലാഖൻ, അദ്ദേഹത്തിന് നസ്സ് കിട്ടിയിട്ടുണ്ടാവില്ല, നബിചര്യയിൽ നിന്ന് കൃത്യമായിട്ടൊരു പ്രമാണം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ഔ വറദ, അല്ലെങ്കിൽ നസ്സ് കിട്ടി വന്നു, പക്ഷേ ലാക്കിൻ ബി ത്വരീഖിൻ ലാ തഖൂമു ഇൻദഹു ബിഹി അൽ ഹുജ്ജ, അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഹുജ്ജത്ത ആയി വരത്തക്ക വിധത്തിൽ ഒരു വഴിയിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഔ ലി ഗൈരി ദാലിക മിനൽ അഅ്ദാരിൽ മഅറൂഫത്തി ലദൈൽ ഉലമാ, അല്ലെങ്കിൽ ഉലമാക്കൾക്കിടയിൽ അറിയപ്പെടുന്ന മറ്റെന്തെങ്കിലും എക്സ്ക്യൂസുകൾ കാരണം അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവില്ല എന്നതാണ്. അമ്മാ മൻ സബത നസ്സു ഇൻദഹു മിൻ ബഅദി, അതിനുശേഷം നസ്സ് സ്ഥിരപ്പെട്ട വ്യക്തി ഫലാ ഉദ്റ ലഹു ഫീ തഖ്ലീദിഹി, അപ്പോൾ നസ്സ് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു, നബിചര്യ എന്നതാണ് ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ, അപ്പോൾ പിന്നെ അയാൾ മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് അത് ആ ചര്യക്ക് എതിരായിട്ട് മദ്ഹബി വീക്ഷണം തഖ്ലീദ് ചെയ്യുന്നത് ഒരു എക്സ്ക്യൂസുമില്ല. ബലിൽ വാജിബു ഇത്തിബാഉൻ നസ്സുൽ മഅസൂം, സുരക്ഷിതമായിട്ടുള്ള നസ്സ് പ്രമാണം അത് ഇത്തിബായ് ചെയ്യൽ, അത് പിന്തുടരൽ നിർബന്ധമാണ്. വദാക ഹുവൽ മഖ്സൂദു മിൻ ഹാദിഹിൽ മുഖദ്ദമ, ഈ മുഖദ്ദമയിൽ ഉദ്ദേശിക്കുന്ന, ഈ മുഖദ്ദിമ, ഈ ആമുഖത്തിൽ ഉദ്ദേശിക്കുന്ന അതാണ്. ഇപ്പോൾ അത് ഇത്രയും പറഞ്ഞ ആമുഖാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇവിടെ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല പറയാണ്, ഈ കിതാബിൽ നബിചര്യയിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ ഉള്ളൂ. ഒരു ഇതിൽ പറയുന്ന ഏതൊരു മസലയും ഒരു വിഭാഗം പണ്ഡിതന്മാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യപ്രകാരമാണ് അദ്ദേഹം പറയുന്നത്. ഇനിയിപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയുടെ കിതാബ് തന്നെ പിന്തുടരണം എന്നും ഇല്ല. അത് ഒരാൾക്കിപ്പോൾ ഇതിൽ പറയുന്നൊരു കാര്യം നബിചര്യയിൽ സ്ഥിരപ്പെട്ടതാണെന്ന് ഉറപ്പില്ല, അയാൾക്ക് ബോധ്യം വന്നില്ല, അയാൾക്ക് അയാളുടെ മദ്ഹബി വീക്ഷണമാണ് യഥാർത്ഥത്തിൽ നബിചര്യക്ക് അനുഗുണമായിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ട അയാൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സലഫി മൻഹജിന് വിരുദ്ധം അല്ല, നബിചര്യക്കെതിരെ പ്രവർത്തിക്കലും അല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബോധ്യം അങ്ങനെയാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ മുവത്തയുടെ കാര്യം പറഞ്ഞല്ലോ, ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുവത്ത അതനുസരിച്ച് അമൽ ചെയ്യണം എന്ന് അങ്ങനെ നിലപാട് കൊണ്ടുവരട്ടെ എന്ന് രാജാവ്, അന്നത്തെ രാജാവ് പറഞ്ഞിട്ട്, അത് ഭരണാധികാരി പറഞ്ഞിട്ട്, ഖലീഫ പറഞ്ഞിട്ട് അത് ആരംഗീകരിച്ചില്ല. മുവത്തയുടെ കർത്താവായ ഇമാം മാലിക് റഹിമഹുല്ല അത് അംഗീകരിച്ചില്ല. ആ കാര്യം നമ്മളോട് കുട്ടി വായിക്കണം, അതിവിടെ നേരത്തെ പറഞ്ഞതാണ്, ഇതിൻ്റെ മുഖദ്ദമയിൽ തന്നെ. ഇനി വല്ലാഹു അസ്സ വജൽ യഖൂൽ, അല്ലാഹു അസ്സ വജൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. സൂറത്തുൽ അംഫാൽ 24. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ, നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം നൽകൂ. ഇദാ ദഅാകും, നിങ്ങളെ ക്ഷണിച്ചാൽ, ലിമാ യുഹ്യീകും, നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്ക്, വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, നിശ്ചയം അല്ലാഹു മനുഷ്യനും അവൻ്റെ ഖൽബ്, ഹൃദയത്തിനിടയിൽ മറയിടും. വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ, നിശ്ചയം അവനിലേക്ക് അവൻ മടക്കപ്പെടും, അല്ലെങ്കിൽ സമ്മേളിപ്പിക്കപ്പെടും എന്ന്. വല്ലാഹു യഖൂലുൽ ഹഖ്, അള്ളാഹു സത്യം പറയുന്നു. വഹുവ യഹ്ദി സബീൽ, അവൻ ശരിയായ മാർഗത്തിലേക്ക് വഴി നടത്തുന്നു. വഹുവ നിഅമൽ മൗലാ വ നിഅമൻ നസീർ, അവൻ എത്ര നല്ല യജമാനൻ, എത്ര നല്ല സഹായി. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുഹമ്മദ് നാസിറുദ്ദീൻ അൽബാനി, ദിമഷ്ക്, 1381 ഹിജ്റ.